ശ്രീ കൃഷ്ണവാര്യർ ഇവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുക, ഇനി ഞാനൊരു കവിത എഴുതുമോ എന്നൊരു സംശയം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉള്ളതായി എനിക്ക് തോന്നുന്നുണ്ടായി. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ആദ്യത്തെ കവിത എഴുതിയത് മുതൽ ഇന്ന് വരെ ഇപ്പോഴും ഇനിയൊരു കവിത എഴുതുന്നുള്ള യാതൊരു വിശ്വാസമില്ല. ഇത് വെറുതെ പറയുകയാണെന്ന് തോന്നുന്നു, വെറുതെ പറയുകയല്ല. ഒരു കവിക്കും ഞാൻ ഇനിയും കവിത എഴുതുമെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സാധിക്കുന്നു. അതിവിടെ ഇപ്പോൾ തിരുനെല്ലൂർ ഇവരൊക്കെ കുറേ കവികളൊന്നുമില്ല, എല്ലാവർക്കും ഉള്ള അനുഭവം ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഒരു കവിത എഴുതാൻ കഴിയില്ല എന്നൊരു ബോധം ഉണ്ടെങ്കിലേ വാസ്തവത്തിൽ ഒരാൾക്ക് കവിത എഴുതാൻ പറ്റുള്ളൂ. എങ്ങനെയാണത് എഴുതുന്നത് നിശ്ചയമില്ല. ഞാനൊന്നും ഇതിനെപ്പറ്റി എഴുതിയിട്ടുമില്ല. ഈ പരിസമണികൾ എന്ന കവിത എഴുതാനുള്ള കാരണത്തെപ്പറ്റി ചില സംഭവങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ചെറുപ്പം മുതൽക്ക് അറിയാം ഈ പരിസമണി എന്നൊരു വാക്കുണ്ട്. എന്താ വാക്കിൻ്റെ അർത്ഥം? ഇപ്പം കാന്തക്കല്ലുണ്ട്, അതുപോലെ ഒരു കല്ല്, അതുകൊണ്ട് തൊട്ടാൽ ഇരുമ്പ് സ്വർണ്ണാകും എന്ന് ഒരു കഥയോ സത്യമോ എനിക്കറിയില്ല, ഒരു സങ്കല്പം ചെറുപ്പം മുതൽക്ക് മനസ്സിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വേറെ എന്തോ റെഫറൻസിന് വേണ്ടി നമ്മൾ ഡിക്ഷണറി മാറിക്കണം. പലപ്പോഴും എൻ്റെ കവിത ഡിക്ഷണറിയുടെ ഉള്ളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുണ്ട് അത്ഭുതം. അപ്പോൾ ഈ സ്പരിശമണികൾ കാണുന്നു. സ്പരിശമണികൾ കണ്ടിട്ട് അതിൻ്റെ അർത്ഥമൊക്കെ അതിലവിടെ എഴുതിയത് വായിച്ച് നോക്കിയപ്പോൾ ഒരു മനസ്സിലൊരു ജിജ്ഞാസ, എന്താ അതിൻ്റെ ഇംഗ്ലീഷ്? സ്പരിശമണി എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താ? ഉടനെ അത് പരിശോധിക്കണം. അപ്പോൾ ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്നതിൽ കാണണം. ആ സ്പരിശമണിയാണ്, ഇങ്ങനെ തൊട്ടാ സ്വർണ്ണാവും, അതിലൊരു ഫിലോസഫിയും കിടക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോയി കിടന്നുറങ്ങി. ഉറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞ് മനസ്സിൽ നിന്ന് ഒരു അർദ്ധ നിദ്രയുടെ ഇങ്ങനെ ഒരു ഇടശ്ശേരി മനസ്സിലേക്ക് കടന്നു. അർദ്ധനിദ്രയാണ് മിക്കവാറും എനിക്കുള്ളൂ. സ്വപ്നം കണ്ട് ഇങ്ങനെ കിടക്കുകയാണ് എൻ്റെ മട്ട. അപ്പോൾ അതിലിടയ്ക്ക് ഇടശ്ശേരി മനസ്സിലേക്ക് കിടന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവ കഥ, അനുഭവം ഒന്നും ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാനും വയ്യ. അതുകൊണ്ട് ഞാൻ ഇതേവരെ ആരോടും പറഞ്ഞിട്ടുമില്ല. അങ്ങനെയുള്ള ഒരു കഥ എനിക്ക് ഓർമ്മ വന്നു. അദ്ദേഹം പൊന്നാനി താമസമാക്കിയപ്പോഴായിരിക്കണം തോന്നുന്നു, ഒരു വൈകുന്നേരം ഒരു താടിക്കാരൻ സന്യാസി വീട്ടിൽ വന്നു. അയാളവിടെ താമസിച്ചു, പല കഥകളും പറഞ്ഞു. ഇപ്പോൾ പൂർണ്ണയുടെ കവിതയെ പറ്റിയിട്ട് ശിവദാസൻ പറഞ്ഞതുപോലെ സ്വന്തം ഉടുമുണ്ട് കുളിക്കുമ്പോൾ നനച്ചിട്ട് അവിടെ തന്നെ ഉണക്കി എടുത്ത് ചുറ്റി നടക്കുന്ന ഒരു സന്യാസി, താടിയൊക്കെ ഉണ്ട്, അങ്ങനെ ഒരാൾ. അപ്പം എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? അപ്പം അയാൾ ഭക്ഷണം ഇതൊക്കെ കൊടുത്താൽ കഴിക്കും, പിന്നെ പൈസയിലൊന്നും അയാൾക്ക് താല്പര്യമില്ല, അങ്ങനെ നടക്കും. അങ്ങനെ കുറേ ഒരാളാണ്. അപ്പോൾ എന്താ നിങ്ങളിങ്ങനെ എല്ലാ ആളുകളുടെ മാതിരി എന്നാൽ ഭിക്ഷയ്ക്ക് നടന്നൂടെ, കുറേ പൈസ കിട്ടില്ലേ? എനിക്ക് അതിലൊന്നും താല്പര്യമൊന്നുമില്ല. അതെന്താ? സ്വർണം വേണമെങ്കിൽ ഉണ്ടാക്കാം സാർ. സാർ ഇത് ഞാൻ പറയണത്, സ്വർണം വേണമെങ്കിൽ ഉണ്ടാക്കാം അയാൾ പറഞ്ഞു. അതെങ്ങനെ ഉണ്ടാക്കുക? ഇതൊരു ചെടിയുണ്ട്, ആ ചെടി ഒരു നീര് കൊണ്ടുവന്നിട്ട് ഇരുമ്പിൻ്റെ മുകളിൽ ഒഴിച്ചാൽ സ്വർണ്ണമാവും. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതിന് ലേശ സ്വർണ്ണം ഉണ്ടാവുള്ളൂ, വേണ്ടത്ര നീരിതിലില്ല, അവിടെ ലേശം കിട്ടിയാലും മതി. സ്വാമി പറഞ്ഞത് ശരിയാണോന്ന് അറിയട്ടെ. അതെങ്ങനെ പറ്റിച്ചു. അപ്പം അതിൻ്റെ ഒരു തല സ്വർണ്ണമായി എന്നാണ് ഇടശ്ശേരി പറയണത്. എനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല. ഈ കഥ എൻ്റെ മനസ്സിലേക്ക് കടന്നു. അപ്പോൾ ഒരു രസം തോന്നി. ഇന്ന് ഏതായാലും ഉറക്കം പോയി, ഇതൊക്കെ കൂടി എന്തൊരു കവിതമാതിരി ഉണ്ടല്ലോ എന്ന് തോന്നി. അങ്ങനെ കവിത എഴുതേണ്ട സമയം തന്നെ ഇതിൽ എടുത്തിട്ടുള്ളൂ.